വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. സംഖ്യയുടെ പുസ്തകം 23-ാം അധ്യായം. ബാലാം ബാലാക്കിനോട് പറഞ്ഞു, ഇവിടെ എനിക്കായി 7 ബലിപീഠങ്ങൾ പണിയുക. 7 മൂരികളെയും 7 മുട്ടാടുകളെയും എനിക്കായി ഇവിടെ ഒരുക്കുക. ബാലാം ആവശ്യപ്പെട്ടതുപോലെ ബാലാക്ക് ചെയ്തു. ബാലാമും ബാലാക്കും ബലിപീഠത്തിന്മേൽ മൂരിയെയും മുട്ടാടിനെയും ഹോമിച്ചു. ബാലാം ബാലാക്കിനോട് പറഞ്ഞു, നിന്റെ ഹോമയാഗത്തോടടുത്ത് നിലയുറപ്പിക്കുക. ഞാൻ ചെല്ലട്ടെ. ഒരുപക്ഷെ കർത്താവ് എന്റെ പക്കൽ സന്നിഹിതനാകാൻ ഇടയായെങ്കിലോ. അവിടുന്ന് എന്നെ കാണിക്കുന്ന കാര്യം എന്തായാലും ഞാൻ നിന്നോട് വിവരിക്കാം. എന്നിട്ട് അവൻ ഒരു മേട്ടിലേക്ക് പോയി. ദൈവം ബാലാമിന്റെ പക്കൽ സന്നിഹിതനായി. അവിടത്തോട് അവൻ പറഞ്ഞു, ഞാൻ 7 ബലിപീഠങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ബലിപീഠത്തിൽ മൂരിയെയും മുട്ടാടിനെയും ഹോമിക്കുകയും ചെയ്തിട്ടുണ്ട്. കർത്താവ് ബാലാമിന്റെ വായിൽ ഒരു വചനം നിക്ഷേപിച്ചുകൊണ്ട്, നീ ബാലാക്കിന്റെ അടുക്കൽ തിരിച്ചെത്തി ഇങ്ങനെ സംസാരിക്കണം എന്നരുൾ ചെയ്തു. അവൻ അയാളുടെ അടുക്കൽ തിരിച്ചെത്തിയപ്പോൾ ഇതാ, അയാളും മോവാബ് പ്രഭുക്കന്മാരെല്ലാവരും ഹോമയാഗത്തോടടുത്ത് നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു. അവൻ തന്റെ സുഭാഷിതം അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ആരാമിൽ നിന്ന് ബാലാക്ക് എന്നെ ആനയിച്ചു, മോവാബ് രാജാവ് പൗരസ്ത്യഗിരികളിൽ നിന്ന്. നീ വന്ന് യാക്കോബിനെ എനിക്ക് വേണ്ടി ശപിക്കുക. നീ വന്ന് ഇസ്രായേലിനെ ഭർസിക്കുക. ദൈവം ശപിക്കാതിരിക്കെ ഞാൻ എങ്ങനെ ശപിക്കും? കർത്താവ് ഭർസിക്കാതിരിക്കെ ഞാൻ എങ്ങനെ ഭർസിക്കും? പാറമുകളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, കുന്നിൻ പുറങ്ങളിൽ നിന്ന് അവനെ ഞാൻ വീക്ഷിക്കുന്നു. ഇതാ, ജനതകളുടെ ഭാഗമാകാതെ വേറിട്ട് പാർക്കുന്ന ഒരു ജനം. യാക്കോബിന്റെ ധൂളിയാകട്ടെ, ഇസ്രായേലിന്റെ 4-1 എണ്ണമാകട്ടെ, ആര് കണക്ക് കൂട്ടും? എന്റെ ആത്മാവ് സത്യവാന്മാരുടെ മരണം പുൽകട്ടെ, എന്റെ പിന്മുറ അവനെ പോലെയാകട്ടെ. ബാലാക്ക് ബാലാമിനോട് ചോദിച്ചു, നീ എന്നോട് എന്താണ് ഈ ചെയ്തത്? എന്റെ ശത്രുക്കളെ ശപിക്കാൻ ഞാൻ നിന്നെ സ്വീകരിച്ചു, എന്നാൽ ഇതാ നീ അവരെ കാര്യമായി അനുഗ്രഹിച്ചു. അവൻ മറുപടിയായി പറഞ്ഞു, കർത്താവ് എന്റെ വായിൽ നിക്ഷേപിക്കുന്നതെന്തോ അത് സംസാരിക്കാനല്ലേ ഞാൻ ജാഗ്രത പുലർത്തേണ്ടത്. ബാലാക്ക് അവനോട് പറഞ്ഞു, എന്റെ കൂടെ മറ്റൊരു സ്ഥലത്തേക്ക് വന്നാലും അവിടെ നിന്ന് നിനക്ക് അതിനെ കാണാം. അതിന്റെ അങ്ങേയറ്റം ഒഴികെയുള്ളത് നിനക്ക് കാണാം. അത് മുഴുവനായും നീ കാണേണ്ട. അവിടെ നിന്ന് എനിക്ക് വേണ്ടി അതിനെ ശപിക്കുക. അയാൾ അവനെ സോഫിം വയലിൽ പിസ്ഗാ ശൃംഗത്തിലേക്ക് കൊണ്ടുപോയി. അവൻ 7 ബലിപീഠങ്ങൾ നിർമ്മിച്ച് ബലിപീഠത്തിൽ മൂരിയെയും മുട്ടാടിനെയും ഹോമിച്ചു. അവൻ ബാലാക്കിനോട് പറഞ്ഞു, നീ ഇവിടെ നിന്റെ ഹോമയാഗത്തോടടുത്ത് നിലയുറപ്പിക്കുക. ഞാൻ അവിടുത്തെ കണ്ടുമുട്ടട്ടെ. കർത്താവ് ബാലാമിന്റെ പക്കലണഞ്ഞ് അവന്റെ വായിൽ വചനം നിക്ഷേപിച്ചുകൊണ്ട്, നീ ബാലാക്കിന്റെ അടുത്ത് മടങ്ങിച്ചെന്ന് ഇങ്ങനെ സംസാരിക്കുക എന്നരുൾ ചെയ്തു. അവൻ അയാളുടെ പക്കൽ ചെന്നപ്പോൾ ഇതാ, അയാൾ തന്റെ ഹോമയാഗത്തോടടുത്ത് നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു. അയാളോടൊപ്പം മോവാബ് പ്രഭുക്കന്മാരും ഉണ്ടായിരുന്നു. ബാലാക്ക് അവനോട് ചോദിച്ചു, കർത്താവ് എന്താണ് വചിച്ചത്? അവൻ തന്റെ സുഭാഷിതം അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ബാലാക്കെ, ഉണർന്ന് ശ്രവിക്കുക. സിപ്പോറിന്റെ പുത്ര, എന്നിലേക്ക് ചെവി ചായ്ക്കുക. ദൈവം വ്യാജം പറയാൻ നരനോ പരിതപിക്കാൻ മനുഷ്യപുത്രനോ അല്ല. അവിടുന്ന് അരുൾ ചെയ്തിട്ട് നിവർത്തിക്കാതിരിക്കുമോ? ഉര ചെയ്തിട്ട് അത് നിറവേറ്റാതിരിക്കുമോ? ഇതാ, അനുഗ്രഹിക്കാൻ ഞാൻ ദൗത്യമേറ്റിരിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിച്ചു, അത് പിൻവലിക്കാൻ എനിക്കാവില്ല. യാക്കോബിൽ നിന്ന് അവിടുന്ന് അകൃത്യം നിരീക്ഷിച്ചില്ല, ഇസ്രായേലിൽ തെറ്റു ദർശിച്ചതുമില്ല. അവന്റെ ദൈവമായ കർത്താവ് അവനോട് കൂടെയുണ്ട്, രാജപേരി അവനിലുണ്ട്. ദൈവം ഈജിപ്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ്റേത് കാട്ടുപോത്തിൻ്റേത് പോലുള്ള ഗാംഭീര്യമാണ്. നിശ്ചയമായും യാക്കോബിൽ ശകുനം നോട്ടമില്ല, ഇസ്രായേലിൽ ഭാവി പറച്ചിലുമില്ല. ദൈവം പ്രവർത്തിക്കുന്നത് എന്തെന്ന് യാക്കോബിനോടും ഇസ്രായേലിനോടും യഥാസമയം പറയപ്പെടും. ഇതാ, ഒരു ജനം സിംഹിയെ പോലെ അതുണരുന്നു,
സിംഹത്തെ പോലെ അത് എഴുന്നേൽക്കുന്നു. ഇര വിഴുങ്ങാതെ അത് കിടക്കുകയില്ല. നിഹിതന്മാരുടെ രക്തം അത് കുടിക്കുന്നു. ബാലാക് ബാലാമിനോട് പറഞ്ഞു, നീ അവനെ ഒട്ട് ശപിക്കുകയും വേണ്ട, അവനെ ഒട്ട് അനുഗ്രഹിക്കുകയും വേണ്ട. ബാലാം ബാലാക്കിനോട് മറുപടിയായി പറഞ്ഞു, കർത്താവ് കൽപ്പിക്കുന്നത് എന്തെല്ലാമോ അത് ഞാൻ ചെയ്യേണ്ടതുണ്ടെന്ന് നിന്നോട് പറഞ്ഞതല്ലേ. ബാലാക് ബാലാമിനോട് പറഞ്ഞു, വന്നാലും മറ്റൊരിടത്തേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകാം. അവിടെ നിന്ന് എനിക്ക് വേണ്ടി നീ അവനെ ശപിക്കുന്നത് ദൈവദൃഷ്ടികളിൽ ശരിയാകാം. തരിശു ഭൂമുഖം കീഴ്ദർശനമായുള്ള പെയോർ ശൃംഗത്തിലേക്ക് ബാലാമിനെ ബാലാക് കൊണ്ടുപോയി. ബാലാം ബാലാക്കിനോട് പറഞ്ഞു, ഇവിടെ എനിക്കായി 7 ബലിപീഠങ്ങൾ നിർമ്മിച്ച് 7 മൂരികളെയും 7 മുട്ടാടുകളെയും തയ്യാറാക്കുക. ബാലാം പറഞ്ഞതുപോലെ ബാലാക് ചെയ്തു. ബലിപീഠത്തിന്മേൽ മൂരിയെയും മുട്ടാടിനെയും അവൻ ഹോമിച്ചു. സംഖ്യയുടെ പുസ്തകം 24-ാം അധ്യായം. ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നത് കർത്താവിന്റെ ദൃഷ്ടികളിൽ പ്രീതികരമെന്ന് ബാലാം കണ്ടു. മുൻ അവസരങ്ങളിലെ പോലെ ശകുനം നോക്കാൻ പോകാതെ അവൻ മരുഭൂമിയിലേക്ക് തന്റെ മുഖം ഉറപ്പിച്ചു. ബാലാം തന്റെ കണ്ണുകൾ ഉയർത്തി ഗോത്രങ്ങൾ അനുസരിച്ച് ഇസ്രായേൽ കൂടാരം അടിച്ചിരിക്കുന്നത് അവൻ കണ്ടു. അപ്പോൾ ദൈവചൈതന്യം അവന്റെ മേലുണ്ടായി. അവൻ തന്റെ സുഭാഷിതം അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ബെയോറിന്റെ മകൻ ബാലാമിന്റെ അരുളപ്പാട്, നയനം തെളിഞ്ഞ വീരപുരുഷന്റെ അരുളപ്പാട്. വീണവനെങ്കിലും നയനങ്ങൾ തുറക്കപ്പെട്ട് സർവശക്തന്റെ ദർശനം അഭിവീക്ഷിച്ച് ദൈവഭാഷണങ്ങൾ ശ്രവിക്കുന്നവന്റെ അരുളപ്പാട്. യാക്കോബേ, നിന്റെ കൂടാരങ്ങൾ എത്ര മോഹനമാണ്! ഇസ്രായേലേ, നിന്റെ നിവാസങ്ങൾ അവ വിരിക്കപ്പെട്ടിരിക്കുന്നു താഴ്വരകൾ പോലെ, നദിയോട് ചേർന്നുള്ള ഉദ്യാനങ്ങൾ പോലെ, കർത്താവ് നട്ട് കാരകിൽ നിര പോലെ, നീർത്തടത്തിലെ ദേവദാരു ശൃംഖല പോലെ. അവന്റെ സംഭരണികളിൽ നിന്ന് വെള്ളമൊഴുകും. അവന്റെ വിത്ത് ജലസമൃദ്ധിയിലായിരിക്കും. അവന്റെ രാജാവ് അഗാഗിനേക്കാൾ ഉന്നതനായിരിക്കും. അവന്റെ രാജ്യം ഉയർത്തപ്പെടും. അവനെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നവൻ ദൈവമാണ്. അവൻ്റേത് കാട്ടുപോത്തിൻ്റെത് പോലുള്ള ഗാംഭീര്യമാണ്. തന്റെ എതിരാളികളായ ജനതകളെ അവൻ തിന്നൊടുക്കും. അവരുടെ അസ്ഥികൾ അവൻ തകർക്കും. അവൻ തന്റെ അസ്ത്രങ്ങൾ എയ്തു തുളയ്ക്കും. സിംഹത്തെ പോലെയും സിംഹിയെ പോലെയും അവൻ പതുങ്ങിക്കിടക്കുന്നു. ആര് അവനെ ഉണർത്തും? നിന്നെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹീതർ, നിന്നെ ശപിക്കുന്നവർ ശപ്തർ. ബാലാമിനു നേർക്ക് ബാലാക്കിന്റെ കോപം ജ്വലിച്ചു. തന്റെ കൈപ്പത്തികൾ കൂട്ടിയടിച്ചുകൊണ്ട് ബാലാക് ബാലാമിനോട് പറഞ്ഞു, എന്റെ ശത്രുക്കളെ ശപിക്കാൻ ഞാൻ നിന്നെ വിളിച്ചു. എന്നാൽ ഇതാ, ഈ 3 പ്രാവശ്യവും നീ അവരെ കാര്യമായി അനുഗ്രഹിച്ചിരിക്കുന്നു. അതിനാൽ ഇപ്പോൾ നീ നിന്റെ സ്ഥലത്തേക്ക് ഓടിപ്പോവുക. നിന്നെ യഥാവിധി ബഹുമാനിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇതാ, കർത്താവ് നിന്നെ ബഹുമതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. ബാലാം ബാലാക്കിനോട് പറഞ്ഞു, നീ എന്റെ പക്കലേക്ക് അയച്ചിരുന്ന നിന്റെ ദൂതന്മാരോട് ഞാൻ ഇപ്രകാരം പ്രസ്താവിക്കുക കൂടി ചെയ്തതല്ലേ? ബാലാക് എനിക്ക് അവന്റെ വീടു നിറച്ച് വെള്ളിയും പൊന്നും തന്നാൽ പോലും സ്വമേധയാ നന്മയോ തിന്മയോ ചെയ്യാനായി കർത്താവിന്റെ നിർദ്ദേശം ലംഘിക്കുകയെന്നത് എനിക്ക് അസാധ്യമാണ്. കർത്താവ് അരുൾ ചെയ്യുന്നതെന്തോ അത് ഞാൻ സംസാരിക്കും. ഇപ്പോൾ ഞാനിതാ എന്റെ ജനത്തിന്റെ അടുത്തേക്ക് യാത്രയാവുകയാണ്. വരൂ, ഈ ജനം നിന്റെ ജനത്തോട് വരും ദിനങ്ങളിൽ ചെയ്യാൻ പോകുന്നതെന്തെന്ന് ഞാൻ നിന്നെ ഉദ്ബോധിപ്പിക്കാം. അവൻ തന്റെ സുഭാഷിതം അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ബെയോറിന്റെ മകൻ ബാലാമിന്റെ അരുളപ്പാട്, നയനം തെളിഞ്ഞ വീരപുരുഷന്റെ അരുളപ്പാട്. ദൈവത്തിന്റെ ഭാഷണങ്ങൾ ശ്രവിക്കുന്നവന്റെ, അത്യുന്നതന്റെ അറിവ് ഗ്രഹിക്കുന്നവന്റെ, സർവശക്തന്റെ ദർശനം അഭിവീക്ഷിക്കുന്നവന്റെ, വീണവനെങ്കിലും നയനങ്ങൾ തുറക്കപ്പെട്ടവന്റെ അരുളപ്പാട്. ഞാൻ അവനെ കാണുന്നു, എന്നാൽ ഇപ്പോഴല്ല. ഞാൻ അവനെ വീക്ഷിക്കുന്നു, എന്നാൽ അടുത്തല്ല. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം യാത്ര തിരിച്ചിട്ടുണ്ട്. ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും. മൊവാബിന്റെ നെറ്റിത്തടം അവൻ എയ്തു തുളയ്ക്കും. ക്ഷേത്രിയെല്ലാം തരിപ്പണമാക്കും. ഏദോം അന്യാധീനമാകും. അവന്റെ ശത്രുക്കളായ സേർ അന്യാധീനമാകും. ഇസ്രായേലോ വീര്യം പ്രവർത്തിക്കും. യാക്കോബിൽ നിന്ന് അവൻ ഭരണം നടത്തും. അവശേഷിക്കുന്നവനെ നഗരത്തിൽ നിന്ന് നശിപ്പിക്കും. പിന്നെ അവൻ അമലേക്കിനെ നോക്കി തന്റെ സുഭാഷിതം അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ജനതകളിൽ ഒന്നാമനാണ് അമലേക്ക്. എന്നാൽ
അവന്റെ അന്ത്യം നാശത്തിലേക്കാണ്. അവൻ കായേൻകാരെ നോക്കി തന്റെ സുഭാഷിതം അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ വാസസ്ഥലം സുസ്ഥിരമാണ്, പാറയിലാണ് നിന്റെ കൂട് കൂട്ടിയിരിക്കുന്നത്. എന്നാലും കായേൻ അഗ്നിയിലെരിയാനുള്ളവനാണ്. എത്ര നാളത്തേക്ക് അശൂർ നിന്നെ തടവിലാക്കും? അവൻ തന്റെ സുഭാഷിതം അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഹാ, ദൈവം ഇത് ചെയ്യുമ്പോൾ ആര് ജീവനോടെ ഇരിക്കും? കിത്തീം തീരത്തു നിന്നുള്ള കപ്പലുകൾ അശൂറിനെ പീഡിപ്പിക്കും, ഏബറിനെയും പീഡിപ്പിക്കും. എന്നാൽ അവനും നാശമടയും. ബാലാം എഴുന്നേറ്റ് സ്വദേശത്തേക്ക് മടക്കയാത്രയായി. ബാലാക് തന്റെ വഴിക്കും പോയി. 107 സങ്കീർത്തനം. കർത്താവിന് നിങ്ങൾ കൃതജ്ഞതയർപ്പിക്കുവിൻ. അവിടുന്ന് നല്ലവനല്ലോ, അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. കർത്താവിന്റെ വീണ്ടെടുക്കപ്പെട്ടവർ പറയട്ടെ, വൈരിയുടെ കയ്യിൽ നിന്ന് അവിടുന്നാണ് അവരെ വീണ്ടെടുത്തത്. അവിടുന്ന് അവരെ ദേശങ്ങളിൽ നിന്ന്, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും ഒരുമിച്ച് കൂട്ടി. അവർ മരുഭൂമിയുടെ ശൂന്യതയിൽ അലഞ്ഞു നടന്നിരുന്നു. വാസയോഗ്യമായ നഗരത്തിലേക്ക് അവർ വഴി കണ്ടെത്തിയില്ല. വിശന്നും ദാഹിച്ചും അവർ പരിക്ഷീണരായി. തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിന്റെ നേർക്ക് നിലവിളിച്ചു. അവരുടെ ദുരിതങ്ങളിൽ നിന്ന് അവിടുന്ന് അവരെ മോചിപ്പിച്ചു. വാസയോഗ്യമായ നഗരത്തിലേക്ക് ചെന്നെത്തേണ്ടതിന് അവരെ അവിടുന്ന് നേർവഴിയിൽ നടത്തി. അവർ കർത്താവിനോട് അവിടുത്തെ കാരുണ്യവും മനുഷ്യമക്കളോട് അവിടുത്തെ വിസ്മയകൃത്യങ്ങളും ഏറ്റുപറയട്ടെ. എന്തെന്നാൽ അവിടുന്ന് ദാഹിക്കുന്ന തൊണ്ട തൃപ്തമാക്കുന്നു, വിശക്കുന്നവനെ വിശിഷ്ട വിഭവം കൊണ്ട് നിറയ്ക്കുന്നു. അവർ ഇരുട്ടിലും മരണനിഴലിലും വസിച്ചിരുന്നു, പീഡയാലും ഇരുമ്പു ചെങ്ങലയാലും ബന്ധിതരായിരുന്നു. എന്തെന്നാൽ അവർ തമ്പുരാന്റെ ആജ്ഞകൾ ധിക്കരിച്ചു, അത്യുന്നതന്റെ ഉപദേശം നിരസിച്ചു. അധ്വാനം കൊണ്ട് അവിടുന്ന് അവരുടെ ഹൃദയം വിനീതമാക്കി. ആരും സഹായിക്കാനില്ലാതെ അവർ ഇടറി വീണു. തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിന്റെ നേർക്ക് വിലപിച്ചു. അവരുടെ ദുരിതങ്ങളിൽ നിന്ന് അവിടുന്ന് അവരെ രക്ഷിച്ചു. ഇരുട്ടിലും മരണനിഴലിലും നിന്ന് അവിടുന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. അവരുടെ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിഞ്ഞു. അവർ കർത്താവിനോട് അവിടുത്തെ കാരുണ്യവും മനുഷ്യമക്കളോട് അവിടുത്തെ വിസ്മയകൃത്യങ്ങളും ഏറ്റുപറയട്ടെ. എന്തെന്നാൽ അവിടുന്ന് പിച്ചളവാതിലുകൾ തകർത്തു, ഇരുമ്പോടാമ്പലുകൾ ഒടിച്ചു. തങ്ങളുടെ പാപമാർഗം മൂലം അവർ ഭോഷന്മാരായിരുന്നു, തങ്ങളുടെ അകൃത്യങ്ങൾ മൂലം വിനീതരാക്കപ്പെട്ടിരുന്നു. അവരുടെ ആത്മാവ് എല്ലാ ഭക്ഷണവും വെറുത്തു, മൃത്യു കവാടങ്ങൾ വരെ അവരെത്തി. തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിന്റെ നേർക്ക് വിലപിച്ചു. അവരുടെ ദുരിതങ്ങളിൽ നിന്ന് അവിടുന്ന് അവരെ രക്ഷിച്ചു. അവിടുന്ന് തന്റെ വചനം അയച്ച് അവരെ സൗഖ്യപ്പെടുത്തി. അവരുടെ വിനാശ അവസ്ഥയിൽ നിന്ന് അവരെ വിടുവിച്ചു. അവർ കർത്താവിനോട് അവിടുത്തെ കാരുണ്യവും മനുഷ്യമക്കളോട് അവിടുത്തെ വിസ്മയകൃത്യങ്ങളും ഏറ്റുപറയട്ടെ. അവർ കൃതജ്ഞതാ ബലികൾ സമർപ്പിക്കട്ടെ. ആരവത്തോടെ അവർ അവിടുത്തെ പ്രവൃത്തികൾ വിവരിക്കട്ടെ. അവർ കപ്പലുകളിൽ സമുദ്രത്തിലേക്ക് ഇറങ്ങുന്നവരായിരുന്നു, മഹാജലസഞ്ചയങ്ങളിൽ വ്യാപാരം ചെയ്യുന്നവരായിരുന്നു. കർത്താവിന്റെ പ്രവൃത്തികൾ, അഗാധത്തിലെ വിസ്മയകൃത്യങ്ങൾ അവർ കണ്ടു. അവിടുന്ന് കൽപ്പിച്ച് കാറ്റിനെ കൊടുങ്കാറ്റായി ഇളക്കിവിട്ടു. അത് കടൽ തിരമാലകൾ ഉയർത്തി. അവ ആകാശങ്ങളോളം ഉയർന്നു, ആഴങ്ങളിലേക്ക് താണു. ഈ ദുസ്ഥിതിയിൽ അവരുടെ ആത്മാവ് ഉരുകി. അവർ ഉന്മത്തരെ പോലെ ആടുകയും വേയിക്കുകയും ചെയ്തു. അവരുടെ ജ്ഞാനമെല്ലാം പ്രയോജനരഹിതമായി. തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിന്റെ നേർക്ക് നിലവിളിച്ചു. അവരുടെ ദുരിതങ്ങളിൽ നിന്ന് അവിടുന്ന് അവരെ പുറത്തെത്തിച്ചു. അവിടുന്ന് കൊടുങ്കാറ്റിനെ ശാന്തമാക്കി നിർത്തി. കടൽ തിരമാലകൾ ശമിച്ചു. അവ നിലച്ചപ്പോൾ അവർ സന്തോഷിച്ചു. അവരുടെ ഇഷ്ട തുറമുഖത്തേക്ക് അവിടുന്ന് അവരെ ആനയിച്ചു. അവർ കർത്താവിനോട് അവിടുത്തെ കാരുണ്യവും മനുഷ്യമക്കളോട് അവിടുത്തെ വിസ്മയകൃത്യങ്ങളും ഏറ്റുപറയട്ടെ. ജനത്തിന്റെ സഭയിൽ അവർ അവിടുത്തെ പുകഴ്ത്തട്ടെ. ശ്രേഷ്ഠന്മാരുടെ സദസ്സിൽ അവിടുത്തെ സ്തുതിക്കട്ടെ. അവിടുന്ന് നദികൾ മരുഭൂമിയായി മാറ്റുന്നു, നീരുറവിടങ്ങൾ ഊഷരഭൂമിയായും ഫലഭൂയിഷ്ഠ ഭൂമി അതിൽ വസിക്കുന്നവരുടെ ദുഷ്ടത നിമിത്തം ഒരു നിലമായും. അവിടുന്ന് മരുഭൂമി നീർത്തടങ്ങളായും വരണ്ട ഭൂമി നീരുറവകളായും മാറ്റുന്നു. അവിടുന്ന് വിശക്കുന്നവരെ അവിടെ പാർപ്പിച്ച് വാസയോഗ്യമായ ഒരു നഗരം സ്ഥാപിക്കുന്നു. അവർ വയലുകൾ വിതയ്ക്കുകയും മുന്തിരിത്തോപ്പുകൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്യുന്നു. അവ വിളഫലം ഉത്പാദിപ്പിക്കുന്നു. അവിടുന്ന് അവരെ അനുഗ്രഹിച്ചപ്പോൾ അവർ ഏറെ പെരുകി.
അവിടുന്ന് അവരുടെ മൃഗഗണത്തിന് കുറവ് വരുത്തിയില്ല. ഞെരുക്കവും കഷ്ടതയും സങ്കടവും കൊണ്ട് അവർ എണ്ണം കുറഞ്ഞ് ദുർബലരായി. അപ്പോൾ അവിടുന്ന് നേതാക്കന്മാരുടെ മേൽ നിന്ദ ചൊരിയുകയും വഴിയില്ലാത്ത ശൂന്യഭൂമിയിൽ അവരെ നട്ടം തിരിക്കുകയും ചെയ്തു. എന്നാൽ പാവപ്പെട്ടവനെ അവിടുന്ന് ദൈന്യത്തിൽ നിന്ന് ഉദ്ധരിച്ചു. കുടുംബങ്ങളെ ആട്ടിൻപറ്റം പോലെയാക്കി. ധർമ്മിഷ്ഠർ അത് കണ്ട് സന്തോഷിക്കുന്നു. ദുഷ്ടയെല്ലാം വായി പൊത്തുന്നു. ആരാണ് ജ്ഞാനി? അവൻ ഇവ പരിഗണിക്കട്ടെ. കർത്താവിന്റെ ഭക്തർ വിവേകമതികളാകട്ടെ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 21 മുതൽ 40 വരെയുള്ള തിരുവചനങ്ങൾ. അവന്റെ പരിച്ഛേദനത്തിനുള്ള 8 ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൂതൻ വിളിച്ച് യേശു എന്ന പേര് അവന് നൽകി. മോശയുടെ നിയമം അനുസരിച്ച് അവരുടെ ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിനു സമർപ്പിക്കാൻ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. ഇതാകട്ടെ, ആദ്യം പിറക്കുന്ന ആൺകുട്ടി കർത്താവിന്റെ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടണമെന്ന് കർത്താവിന്റെ നിയമത്തിൽ എഴുതിയിട്ടുള്ളതനുസരിച്ചും 1 ജോഡി ചെങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കണമെന്ന് കർത്താവിന്റെ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതനുസരിച്ചുമാണ്. ജെറുസലേമിൽ ഷിമിയോൻ എന്നു പേരുള്ള ഒരുവനുണ്ടായിരുന്നു. അവൻ നീതിമാനും ഭക്തനും ഇസ്രായേലിന്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു. കർത്താവിന്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു. അവൻ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ ദേവാലയത്തിലേക്ക് വന്നു. നിയമപ്രകാരമുള്ള അനുഷ്ഠാനത്തിന് ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ കൊണ്ടുവന്നു. അപ്പോൾ ഷിമിയോൻ അവനെ കരങ്ങളിൽ സ്വീകരിച്ച് ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു: കർത്താവേ, ഇപ്പോൾ നിന്റെ ദാസനെ നിന്റെ വാക്കനുസരിച്ച് സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനത്തിന്റെയും മുൻപിൽ നീ ഒരുക്കിയിട്ടുള്ള നിന്റെ രക്ഷ എന്റെ കണ്ണുകൾ കണ്ടുവല്ലോ. അത് വിജാതീയർക്ക് വെളിപാടിന്റെ പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമാണ്. അവനെ കുറിച്ച് പറഞ്ഞവ കേട്ട് അവന്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു. ശിമെയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവന്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു: ഇവൻ ഇസ്രായേലിൽ അനേകരുടെ വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും എതിർക്കപ്പെടുന്ന അടയാളത്തിനുമായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ തന്നെ ആത്മാവിലൂടെ ഒരു വാൾ തുളച്ചു കയറും. അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടാൻ വേണ്ടിയാണിത്. ഫനുവേലിന്റെ പുത്രിയും ആഷേർ വംശജയുമായ അന്ന എന്ന പ്രവാചികയും അവിടെ ഉണ്ടായിരുന്നു. അവൾ വയോവൃദ്ധയായിരുന്നു. കന്യാപ്രായം മുതൽ 7 വർഷം വിവാഹിതയായി ജീവിച്ചു. 84 വയസ്സുള്ള ഈ വിധവ ദേവാലയം വിട്ടു പോകാതെ രാപ്പകൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആരാധിച്ചു കഴിയുകയായിരുന്നു. അവൾ ആ സമയം മുമ്പോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിൽ വീണ്ടെടുപ്പ് പ്രതീക്ഷിച്ചിരുന്ന എല്ലാവരോടും അവനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. കർത്താവിന്റെ നിയമപ്രകാരം എല്ലാം നിവർത്തിച്ച ശേഷം അവർ സ്വനഗരമായ ഗലീലയിലെ നസ്രത്തിലേക്ക് മടങ്ങി. ശിശു വളർന്നുകൊണ്ടിരുന്നു, ജ്ഞാനം നിറഞ്ഞ് ശക്തിപ്പെട്ടുകൊണ്ടുമിരുന്നു. ദൈവത്തിന്റെ കൃപ അവന്റെ മേൽ ഉണ്ടായിരുന്നു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം.